is half. A body under circular motion has angular momentum L. The angular frequency of the body is doubled and kinetic energy is halved. What is the new angular momentum? What is the new angular momentum? പഠിപ്പിച്ചുതരാം. എക്സ്ട്രാ സെഷൻ വെച്ച് ഞാൻ പറയാം, ചോദിക്കാം. What is the new angular momentum? ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. ഇക്വേഷൻസ് മാത്രം നോക്കിയാൽ മതി. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ എഴുതിയാ? ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ ബോഡി ഈസ് ഡബിൾഡ്. അതെന്താ പറഞ്ഞേക്കുന്നതെന്നാ പറഞ്ഞുതരാം എനിക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എ ബോഡി അണ്ടർ സർക്കുലർ മോഷൻ ഹാസ് ആംഗുലർ മൊമെന്റം എൽ. ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ ബോഡി ഈസ് ഡബിൾഡ്. The angular frequency of the body is doubled and kinetic energy is halved. What is the new angular momentum? What is the new angular momentum? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയാ? ഇപ്പൊ ഇവിടെ ബോഡി എന്ത് മോഷനിലാന്നാ പറഞ്ഞേക്കുന്നത്? സർക്കുലർ മോഷൻ. അപ്പൊ കൈനറ്റിക് എനർജി, സർക്കുലർ മോഷനിലുള്ള റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? Ke equal to half I omega square. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ആംഗുലർ മൊമെന്റം, പുതിയ ആംഗുലർ മൊമെന്റം. ഓക്കെ, ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടത്തെ കേസിൽ നോക്കിക്കേ, കെ ഈക്വൽ ടു എന്താ പറഞ്ഞ ഏത്? ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ ഒമേഗ. ഓക്കെ, I is equal to 2k by omega square. ഓക്കെ, ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതിക്കേ. കെ കൈനറ്റിക് എനർജി. കെ മതിയാ? ഇവിടെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെയാന്നാ ജ്യോതിസിന് കിട്ടിയ ആംഗുലർ സ്പീഡ് ഇല്ലേ, അതിനെ തന്നെയാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി, ഇവിടുത്തെ മോഷൻ, ആ ബോഡി എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ. അപ്പൊ സർക്കുലർ മോഷനിലുള്ള ബോഡിക്കുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് I ഒമേഗ സ്ക്വയർ. അത് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐയുടെ ടേമിലേക്ക് മാറ്റി, I ഈക്വൽ ടു 2k ഒമേഗ സ്ക്വയർ. ഇതിൽ എന്തിനാ നമ്മളിങ്ങനെ മാറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആംഗുലർ മൊമെന്റം L ഈക്വൽ ടു എന്താ? I ഒമേഗ അല്ലേ? ആംഗുലർ മൊമെന്റം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സാധാരണ ആംഗുലർ മൊമെന്റം നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ L ഈക്വൽ ടു I, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് 2k by ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ. അപ്പൊ എന്ത് വരും? 2k by ഒമേഗ. ഇതാണ് ആംഗുലർ മൊമെന്റം. സാധാരണ ഒരു കേസിലെ ആംഗുലർ മൊമെന്റം ഇതാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി എന്ത് ഡബിൾ ആവും എന്നാ പറഞ്ഞേക്കുന്നത്? കൈനറ്റിക് എനർജി ഹാഫും ആകും, ആംഗുലർ ഫ്രീക്വൻസി അതായത് ആംഗുലർ സ്പീഡ് എന്താവും എന്നാ പറഞ്ഞേക്കുന്നത്? ഡബിൾ ആകും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെന്റം. ഇനി നമുക്ക് തന്നിരിക്കുന്ന കേസ് തന്നിരിക്കുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫും ആകും, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഹാഫും ആകും, അതുപോലെ തന്നെ ആംഗുലർ സ്പീഡ് ഒമേഗ അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്താവും? ഡബിൾ ആകും എന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ കണ്ടീഷനിലുള്ള ആംഗുലർ മൊമെന്റം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ പഴയ ആംഗുലർ മൊമെന്റം. അപ്പൊ പുതിയ ആംഗുലർ മൊമെന്റത്തിന് ഞാൻ L ഡാഷ് എന്ന് പറഞ്ഞെടുക്കണേ. L ഡാഷ് ഈക്വൽ ടു എന്താ പറഞ്ഞേക്കുന്നത്? L ഡാഷ് ഈക്വൽ ടു 2k ബൈ കൈനറ്റിക് എനർജി ഇവിടെ എങ്ങനെയാവും എന്നാ പറഞ്ഞേക്കുന്നത്? പുതിയ കേസിൽ ഹാഫ് ആവും. അപ്പൊ k by 2 ഡിവൈഡഡ് ബൈ ഒമേഗ. ഒമേഗ എന്താവും എന്നാ പറഞ്ഞേക്കുന്നത്? ഡബിൾ ആവും. അപ്പൊ 2 ഒമേഗ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ 2 പൊക്കത്തേക്ക് പോകുമ്പോ 1/4 2k ഒമേഗ. ഓക്കെ,
ഈ 2k ഒമേഗ എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 2k ഒമേഗ L തന്നെയല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? 1/4 L. 1/4 എങ്ങനെ വന്നാ? ഈ 2 പൊക്കത്തേക്ക് പോകൂലേ? ക്യാൻസൽ ആക്കാൻ പറ്റൂലേ? ഇത് പൊക്കത്തേക്ക് പോണല്ലേ? ഇവിടെ ഇതിനാണ് ഈ ക്യാൻസൽ ചെയ്യാന്നല്ലേ ഉദ്ദേശിച്ചത്? അത് ക്യാൻസൽ ചെയ്യണ്ട. അപ്പൊ L എന്ന് പറഞ്ഞാൽ എഴുതാൻ വേണ്ടി ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ എഴുതി. റിലേഷൻ അല്ലേ വേണ്ടത്? പുതിയ ആംഗുലർ മൊമെന്റോ പഴയ ആംഗുലർ മൊമെന്റോ തമ്മിലുള്ള റിലേഷൻ. അതിനുവേണ്ടി അത് ക്യാൻസൽ ചെയ്തു. വിവേക് ബോർഡ് ക്ലിയർ ആണോ? എഴുതാൻ പറ്റുന്നുണ്ടോ? പ്രജീന എഴുതാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇത്ര വേണ്ടേ? മതിയാ? ഓക്കെ. എന്താണ് 1/4 എങ്ങനെ വന്നല്ലേ? ഈ ടു നേരെ പൊക്കത്തേക്ക് പോകൂലേ? അപ്പൊ 1 ഇവിടെ നോക്കി. ഈ 2 നേരെ പൊക്കത്തേക്ക് പോകുമ്പോ എന്തായി? ഇത് പൊക്കത്തേക്ക് പോകുമ്പോ 2k/4 അല്ലെ? ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷെ നമുക്ക് ആ റിലേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ 1/4 2k/ ഇത് ഇങ്ങോട്ട് കയറും. ഇതിന്റെ ഡിനോമിനേറ്റർ ഇട്ടാണ്. W ഇത് ഇവിടെ തന്നെ ഉണ്ട്. W എഴുതിയിട്ടുണ്ടല്ലോ. ഏതാണ് ഇത്? വർക്ക് ആവുമെന്ന? ഏത്? ഇല്ല, 1/4 ടൈംസ് എന്താ തന്നെ കിട്ടണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. കഴിഞ്ഞ ജോസ് കഴിഞ്ഞ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടാ. A solid cylinder of mass 10 kilogram. A solid cylinder of mass 10 kilogram and radius എഴുതിക്കോട്ടാ. വിവേക എഴുതിക്കോ. A solid cylinder of mass 10 kilogram and radius 0.3 meter. Radius 0.3 meter. About its axis with an angular speed of 150 second inverse. Angular speed omega. Angular speed of 150 second inverse. Second inverse മനസ്സിലായില്ലേ? 150 second inverse. അതായത് 150 per second എന്നാ ഉദ്ദേശിച്ചേക്കുന്നത്. 150 second inverse. Obtain the magnitude of angular momentum of the cylinder. Obtain the magnitude of angular momentum of the cylinder about its axis and kinetic energy associated with the rotation of cylinder. Kinetic energy associated with the rotation of cylinder. Okay. ആ ക്വസ്റ്റ്യൻ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 10 കിലോഗ്രാം. ഒരു സോളിഡ് സിലിണ്ടർ തന്നിട്ടുണ്ട്. ഏതാണ്? റോളിംഗ് ഓർ റൊട്ടേഷൻ ടൈപ്പാ പറഞ്ഞേക്കുന്നത്. റൊട്ടേറ്റിംഗ് അല്ലേ പാർട്ടിക്കിൾസ്. A solid cylinder of mass 10 kilogram and radius 0.3 meter about its axis with an angular speed. അതിന്റെ ഒരു ആക്സിസിലെ ആംഗുലർ സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യണേ. 150
സെക്കൻഡ് ഇൻവേഴ്സിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒബ്റ്റെയിൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെന്റം ഓഫ് ദ സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. അതായത് നമ്മളിപ്പോ സാധാരണ ഒരു പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും, അതിനൊരു ആംഗുലർ മൊമെന്റം ഉണ്ടാവും എന്നറിയാലോ. അതുപോലെ തന്നെ അതിനൊരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഏത് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്താലും അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ആംഗുലർ മൊമെന്റം ഒക്കെ അല്ല സാധാരണ ഒരു പാർട്ടിക്കിളിന് ഉള്ളതുപോലെ തന്നെ റൊട്ടേഷനിലുള്ള പാർട്ടിക്കിളിനും ഉണ്ടാവും. ഇവിടെ ആ ഒരു പാർട്ടിക്കിളിന്റെ സ്ഥാനത്ത് എന്താന്നാ പറഞ്ഞേക്കുന്നത്, ആ ഒരു റിജിഡ് ബോഡിയുടെ പ്ലേസിൽ എന്താന്നാ പറഞ്ഞേക്കുന്നത്, ഒരു സിലിണ്ടർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. അതിന്റെ മാസ് എത്രയാ വന്നേക്കുന്നത്, മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയത് എത്രയെന്നാ ഞാൻ ചെയ്തു എന്നിട്ട് നോക്കിക്കോ. മാസ് എത്ര, മാസ് 10 കിലോഗ്രാം, റേഡിയസ് 0.3 മീറ്റർ, പിന്നെ ആംഗുലർ സ്പീഡ് ഒമേഗ 150 സെക്കൻഡ് ഇൻവേഴ്സ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ആംഗുലർ മൊമെന്റും കണ്ടുപിടിക്കണം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കണം. അപ്പൊ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ, L ഈക്വൽ ടു I ഒമേഗ അല്ലെ. നോക്കിയേ, ഐ എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ, I ഈക്വൽ ടു mr സ്ക്വയർ ബൈ 2 വരും. അതെങ്ങനെയാ 2 വരുന്നതെന്നൊന്ന് ആലോചിച്ചേക്കേ. സിലിണ്ടർ അല്ലേ, സിലിണ്ടർ എന്ന് പറയുമ്പോ ഡിസ്ക് പഠിച്ചതുപോലെ. ഓക്കെ, റിംഗ് എന്ന് പറയും. ഇപ്പൊ ഹോളോ സിലിണ്ടർ ആണെങ്കിലാ, ഉള്ളിലൊന്നും ഇല്ലാത്തൊരു സിലിണ്ടർ ആണെങ്കിലാ mr സ്ക്വയർ വരും. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് എന്താ, സോളിഡ് സിലിണ്ടർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്ക് പഠിച്ചപ്പോ അതിന്റെ ഉള്ളിലില്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, mr സ്ക്വയർ ബൈ 2 പറഞ്ഞു. ആക്സിസിൽ കൂടി വരുന്ന mr സ്ക്വയർ ബൈ 2. പക്ഷെ റിംഗ് പഠിച്ചപ്പോ എന്താ, റിംഗിന്റെ ഉള്ളിൽ ഒന്നും ഇല്ല, അതുകൊണ്ട് mr സ്ക്വയർ. ഇവിടെ I ഈക്വൽ ടു mr സ്ക്വയർ ബൈ 2. അപ്പൊ m എത്ര, 10 into r സ്ക്വയർ .009 0.45 ആണോ കിട്ടിയത് ജോസിന്, അല്ലെ? 4.5 ആണോ? ഓക്കെ, 9 സ്ക്വയർ ആയിരിക്കും. ഇനി കംപ്ലീറ്റ് ചെയ്തേ. I കിട്ടിയിട്ടുണ്ട്. ഇനി ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംഗുലർ മൊമെന്റം കിട്ടും. എത്രയാണ് മിനിറ്റ്, കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചോന്നാ. ഒരു മിനിറ്റ്, കിട്ടിയാ? വിവേകിന് കിട്ടിയ ആൻസർ കിട്ടിയാ? ഓക്കെ, I കിട്ടി. ഇനി നമുക്ക് ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാമല്ലോ. L ഈക്വൽ ടു I ഒമേഗ. കിട്ടിയില്ലേ? 4.5 0.3 into 0.3 0.009 അല്ലേ വരുള്ളൂ. പോയിന്റ് അല്ല, 0.3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.09 അല്ലേ വരുള്ളൂ. 0.09
വേറൊരു ക്വസ്റ്റിനാ, കഴിഞ്ഞ ക്വസ്റ്റിന്റെ ഡൗട്ടാ. ഇതിപ്പോ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നേരെ പൊക്കത്തേക്കായിരിക്കും ഇട്ടാകുമ്പോ രണ്ടും പോകുന്നത്. 2k/4 ഒമേഗ അല്ലേ? ഒമേഗയും കൂടി പൊക്കത്തേക്ക് വരും. ഇവിടെ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 2k/ഒമേഗ എന്ന് കണ്ടു കഴിഞ്ഞപ്പോ അത് ഇവിടത്തെ L ആണെന്ന് നമുക്ക് മനസ്സിലായി. 2k/ഒമേഗ കോമൺ എടുത്തല്ല, 2k/ഒമേഗ എന്ന് പറയുന്നത് L ആണെന്ന് നമുക്ക് അറിയാം. അതിന്റെ വാല്യൂ L അല്ലേ? അപ്പൊ 1/4 × L എന്നല്ലേ വരുള്ളൂ. അങ്ങനെ ഓക്കെ ഇത്രയും കിട്ടിയ ക്വസ്. ഇനി അടുത്ത കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ I⍵² 1/2 ഐയുടെ വാല്യൂ 0.45 × ω². 2222500. $5062.5 കിട്ടിയാ? നിനക്ക് കിട്ടിയാ? മനസ്സിന് കിട്ടിയാ? വേഗം എഴുതിക്കോട്ടെ, ടെസ്റ്റ് എഴുതാനുള്ളതാ. അല്ല ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എന്തായാലും. അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാറ്റി വെച്ചതാണല്ലോ. 5060. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. പ്രജീനക്ക് കിട്ടിയ ആൻസർ കിട്ടിയാ? മനസ്സിലാവാത്തണ്ടോ? എവിടെങ്കിലും മനസ്സിലാവാത്തണ്ടോ സ്റ്റെപ്പ്? കാണുന്നില്ലേ അത്? ഇതെങ്ങനെയാ താഴ്ത്തുന്നത്? അല്ല അവർക്ക് കാണണ്ടേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. എ റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. എ റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ മാസ് is wound round a hollow cylinder. Is wound round a hollow cylinder. Wound, WOUND. Wound round a hollow cylinder of mass 3 kilogram. Of mass 3 kilogram. Of mass 3 kilogram and radius 40 centimeter. A rope of negligible mass is wound round a wound round WOUND wound round a hollow cylinder of mass 3 kilogram and radius 40 centimeter. എഴുതിയാ? മീറ്റർ ആക്കണം. What is the angular acceleration? What is the angular acceleration? ആനന്ദ് എഴുതണില്ലേ? What is the angular acceleration? നീ എഴുതിയെടുത്തോ, മനസ്സിലാവാത്ത ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുത്തോ. What is the angular acceleration of the cylinder? Angular acceleration of the cylinder. Angular acceleration of the cylinder
if the rope is pulled with the force of, what is the angular acceleration of the cylinder? If the rope is pulled with the force of, if the rope is pulled with the force of 30 Newton, 30 Newton. Torque കണ്ടുപിടിക്കണമല്ലോ. Okay, second question. What is the linear acceleration of the rope? What is the linear acceleration of the rope? What is the linear acceleration of the rope? Assume that there is no slipping. Assume that there is no slipping. Linear acceleration എന്ന് പറഞ്ഞാൽ സാധാ acceleration. Angular acceleration എന്ന് പറയുമ്പോൾ angular acceleration എന്താ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയാ? ആൽഫ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ. എ റോപ്പ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഇസ് വൂണ്ട് റൗണ്ട് എ ഹോളോ സിലിണ്ടർ. ഒരു ഹോളോ സിലിണ്ടർ തന്നിട്ടുണ്ട്, അതിന്റെ മാസ് 3 കിലോഗ്രാം, റേഡിയസ് 40 സെന്റിമീറ്റർ. അതിന്റെ ആംഗുലർ ആക്സിലറേഷൻ, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, ജസ്റ്റ് ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, ലീനിയർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഇപ്പൊ ശ്രദ്ധിക്കണേ, മാസ് എത്രയാന്ന് തന്നേക്കുന്നത്? മാസ് 3 കിലോഗ്രാം. അത് നിനക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതി വെക്കുക. മാസ് 3 കിലോഗ്രാം, റേഡിയസ് 40 സെന്റിമീറ്റർ. അപ്പൊ ശ്രദ്ധിച്ച്, 40 സെന്റിമീറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യാ? ഇൻറ്റു 10⁻². 10 മതി, 10⁻². പിന്നെ എന്താ വന്നിരിക്കുന്നത്? What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? Force വന്നിട്ടുണ്ട്, F equal to 30 Newton. What is the linear acceleration of the rope? Assume that there is no slipping. അപ്പൊ ആംഗുലർ ആക്സിലറേഷനും കണ്ടുപിടിക്കണം, സാധാരണ ലീനിയർ ആക്സിലറേഷനും നമുക്ക് കണ്ടുപിടിക്കണം. ആംഗുലർ ആക്സിലറേഷൻ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ടോ ഈക്വൽ ടു ഐ ആൽഫ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ടോ ഈക്വൽ ടു ഐ ആൽഫ. ബുക്കിൽ നോക്കിക്കേ, കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പായിട്ട് എടുത്തത്. ടോ ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആൽഫ ഈക്വൽ ടു ടോ ബൈ ഐ. ടോ ബൈ ഐ. അപ്പൊ ഈ ടോ എന്താ? ടോർക്ക്. ടോർക്ക്. അപ്പൊ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ടോർക്ക് കണ്ടുപിടിക്കണം. ടോ ഈക്വൽ ടു, ടോർക്കിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ആർ സൈൻ തീറ്റ അല്ലെ? എഫ് ആർ സൈൻ തീറ്റ. അത് പറഞ്ഞുതരാം. എഫ് ആർ സൈൻ തീറ്റ. ആർ എന്ന് പറയുന്നത് എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആംഗിൾ ഒരു സ്ഥലത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അഥവാ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ 1 ആയി പോകും. 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ തരുന്നത്. അതെന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കില്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. സൈൻ 90 എന്താ? 1. അപ്പൊ ടോ ഈക്വൽ ടു എപ്പോഴും എന്തേ വരുള്ളൂ? എഫ് ആർ എന്ന് മാത്രമേ വരുള്ളൂ. എഫിന്റെ വാല്യൂ എത്ര തന്നേക്കുന്നത്? 30 ഇൻറ്റു ആറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 40 ഇൻറ്റു 10⁻². അതെ, 12 ആയിട്ട് എടുത്തത്. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിച്ച് ഐ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. ആ ടോർക്കിന്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്തായിരിക്കും വരുന്നത്? ന്യൂട്ടൺ മീറ്റർ. ഐ അടുത്ത ഐ കണ്ടുപിടിക്കണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഐ കണ്ടുപിടിച്ച് ഐ എത്ര കിട്ടിയെന്ന് പറയട്ടാ. ഐ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐ എങ്ങനെയാ വരുന്നത്? ഐ സിലിണ്ടർ എന്ത് സിലിണ്ടറാന്നാ പറഞ്ഞേക്കുന്നത്? ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് വരും? ഹോളോ, ഉള്ളിലൊന്നും ഇല്ല. അപ്പൊ റിങ് പോലെ. അപ്പൊ എന്തായിരിക്കും? mr². ഐ ഈക്വൽ ടു mr². മാസ് വന്നിട്ടുണ്ട് 3 ഇൻറ്റു r². 40 ഇൻറ്റു 10⁻² സ്ക്വയർ. 3 into 60, 48. 00 into 10⁻⁻4. That is 48. 00 into 10⁻⁻2. അല്ല, ഇങ്ങനെ തന്നെ എഴുതിക്കും. ഇത്രയും തന്നെ.
ഐന്റെ യൂണിറ്റ് ആണോ? യൂണിറ്റ് എന്തായിരിക്കും? മാസിന്റെ കിലോഗ്രാം. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, ഐ കണ്ടുപിടിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ല. ആംഗുലർ ആക്സിലറേഷൻ അല്ലേ വേണ്ടത്? ആൽഫ ഈക്വൽ ടു ടോ ബൈ ഐ. ടോയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 12 ഡിവൈഡഡ് ബൈ ഐ. ഐയുടെ വാല്യൂ എത്ര കിട്ടിയത്? 40 into 10⁻². ദാറ്റ്സ് ഈക്വൽ ടു 10⁻². പൊക്കത്തേക്ക് പോകുമ്പോൾ എന്താവും? 10⁻² ആവും. അപ്പൊ 1200 by 48. 48 എങ്ങനെ വന്നാ? 48 16 അല്ലേ വരുള്ളൂ. സ്ക്വയർ ചെയ്യണ്ടേ? 4ന്റെ സ്ക്വയർ 16. അപ്പൊ 0 0 16 0 0 വരും. ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് 48. 25 meter/second². അയ്യോ, ആ ടോർക്കല്ലേ. റേഡിയൻ പെർ സെക്കൻഡ്. റൊട്ടേഷനിലാവുമ്പോ ശ്രദ്ധിക്കണേ, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്² ആണെങ്കിലും റൊട്ടേഷനിലാവുമ്പോ എന്താവും? റേഡിയൻ. റൊട്ടേഷൻ അല്ലേ, ആംഗുലർ വരും. അപ്പൊ റേഡിയൻ/സെക്കൻഡ്². ന്യൂട്ടൺ മീറ്റർ തന്നെ. അതിന് ലീനിയർ ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ആക്സിലറേഷൻ കണ്ടുപിടിക്കാല്ല. എഫ് ഈക്വൽ ടു എം എ. ഇവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഫോഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 30 ഇൻറ്റു എം തന്നിട്ടുണ്ട് 3a. a ഈക്വൽ ടു 30/3. ദാറ്റ്സ് ഈക്വൽ ടു 10 meter/second². ലീനിയർ ആക്സിലറേഷൻ 10 meter/second. ലീനിയർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ആംഗുലർ എന്ന് പറയുമ്പോൾ അപ്പൊ നോക്കണേ, ആംഗുലർ ആക്സിലറേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യുക. വേറെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ഫോർമുല വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ടോ ഈക്വൽ ടു ഐ ആൽഫ. ഈ റിലേഷൻ ഉപയോഗിച്ച് തന്നെ നോക്കണം റൊട്ടേറ്റിംഗ് ആവുമ്പോ. ആനന്ദിന് കിട്ടിയാ അത്? ഒന്നുകൂടെ പറഞ്ഞു തന്നാ. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ഒന്നും മനസ്സിലാവണമെന്ന് നീ പറയല്ലേ. ഇത് 10 കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആംഗുലർ ആക്സിലറേഷൻ എന്നാ പറഞ്ഞേക്കുന്നത്. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? പാർട്ടിക്കിൾ റൊട്ടേറ്റിംഗ് ആണ്. റൊട്ടേറ്റിംഗ് ബോഡിക്കാണ് ആംഗിൾ വരുന്നത് അല്ലെ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ആംഗിൾ വരും. അങ്ങനെയാണ് ആംഗുലർ ആക്സിലറേഷൻ വരുന്നത്. മനസ്സിലായ? ടോ ഈക്വൽ ടു ഐ ആൽഫ. ആ റിലേഷൻ ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ആംഗുലർ ആക്സിലറേഷൻ നമ്മുടെ സാധാരണ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പോകുമ്പോഴാണ് സാധാരണ ബോഡിക്ക് ആക്സിലറേഷൻ ഉള്ളത് അല്ലെ. ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റിംഗ് പാർട്ടിക്കിളിലുള്ള ആക്സിലറേഷൻ നമ്മൾ പറയുന്നതാണ് ആംഗുലർ ആക്സിലറേഷൻ. അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിളിനുള്ള വെലോസിറ്റിനെ നമ്മൾ പറയും ആംഗുലർ വെലോസിറ്റി. ആംഗുലർ സ്പീഡ് ഒമേഗ എന്നൊക്കെ പറയണില്ലേ. സാധാരണ നമ്മൾ ഇത്രയും നാള് പഠിച്ചത് സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് നേരെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ പറ്റിയാ പഠിച്ചോണ്ടെന്ന് വെച്ചാൽ. ഇപ്പൊ ഈ ചാപ്റ്ററിൽ ഫുള്ള് പഠിക്കുന്നത് പാർട്ടിക്കിൾ ഇസ് റൊട്ടേറ്റിംഗ്. റൊട്ടേറ്റിംഗ് ആകുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ആംഗുലർ വെലോസിറ്റി ആവും, ആംഗുലർ ആക്സിലറേഷൻ ആവും. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്ന ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ആംഗുലർ ആക്സിലറേഷനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ടോ ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു ടോ ബൈ ഐ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കണം, പിന്നെ ഐ കണ്ടുപിടിക്കണം. ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതറിയാല്ല. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സ്. അതായത് സാധാരണ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കില്ലേ, അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിക്ക്, സാധാരണ മൂവ് ചെയ്യുന്ന ബോഡിക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കൂലേ, അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഒരു എഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ടോ ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ. മനസ്സിലായ? എഫ് ആർ സൈൻ തീറ്റ എന്ന് പറയും. ടോ ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ. അതിന് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണതാ. എഫ് ആർ സൈൻ തീറ്റ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോയുടെ വാല്യൂ കണ്ടുപിടിക്കും, പിന്നെ ഐ കണ്ടുപിടിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ.
എഴുതിക്കോട്ടാ. ദ ഓക്സിജൻ മോളിക്യൂൾ ടെക്സ്റ്റിൽ വേറെ HCl മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് കേട്ടോ. അല്ല, സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് അല്ലേ ടെക്സ്റ്റിലുള്ളത്. പല മോളിക്യൂൾ വരുന്നേ ഉള്ളൂ. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനൊക്കെ ഡയറക്റ്റ് അത് പറ്റും. ഇതും ഡയറക്റ്റ് തന്നെ. ദ ഓക്സിജൻ മോളിക്യൂൾ ഹാസ് എ മാസ് ഓഫ് ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഞാൻ നോക്കിയ ഒരു ഗൈഡിലെ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റി. അപ്പൊ ഞാൻ അത് ചെറുതാക്കിയത് ചെറിയ ക്വാണ്ടിറ്റി തരാം. അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. എന്നിട്ട് നമുക്ക് നോക്കാം. ദ ഓക്സിജൻ മോളിക്യൂൾ ഹാസ് എ മാസ് ഓഫ് 5 kilogram and a moment of inertia of 10 kilogram meter square. Moment of inertia of molecule. Moment of inertia of 10 kilogram meter square about an axis through its center about an axis through its center perpendicular to the line joining two atoms. Molecule എന്നല്ലേ പറഞ്ഞത്, atoms. Suppose the mean speed of such a molecule in a gas is 10 meter per second. Suppose the mean speed of such a molecule in a gas is 10 meter per second. And its kinetic energy of rotation is two-third of kinetic energy of its translation. Its kinetic energy of rotation is two-third of kinetic energy of its translation. Find the angular velocity of the molecule. Angular velocity omega കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. Angular velocity of the molecule. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? ആംഗുലർ വെലോസിറ്റി ഒമേഗ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഒമേഗ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ അത് സ്കിപ്പ് ചെയ്യാനേ നോക്കുള്ളൂ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ ഓക്സിജൻ മോളിക്യൂൾ ഹാസ് എ മാസ് ഓഫ് 5 kilogram. മാസ് വന്നിട്ടുണ്ട്. ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ മാസ് വന്നിട്ടുണ്ട്. മാസ് ഓഫ് 5 kilogram. And a moment of inertia I equal to 10 kilogram meter square. About an axis through its center perpendicular to the line joining of two atoms. Suppose the speed of such a molecule in a gas. ജസ്റ്റ് അതിന്റെ ആ ഒരു മോളിക്യൂളിന്റെ, അതായത് ഗ്യാസിൽ അതിന്റെ സ്പീഡ് വന്നേക്കുന്ന എത്രയാ? സ്പീഡ് അതായത് വെലോസിറ്റി വന്നേക്കുന്ന എത്രയാ? 10 meter per second. ഇനി its kinetic energy of rotation is two-third of kinetic energy of translation. Find the angular speed. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. അതാണ് നമുക്ക് വേണ്ടത്. എന്താ പറഞ്ഞേക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഈസ് two-third ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോണത്. ഓക്കെ. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ
is 2/3 of kinetic energy of translation. അപ്പൊ kinetic energy of rotation ഇക്വേഷൻ എന്താ? 1/2 I omega square. Kinetic energy, ആ സെന്റൻസ് നോക്കിയിട്ട് നോക്കണേ. Kinetic energy of rotation is 2/3 of kinetic energy of translation. Translation എന്ന് പറഞ്ഞാൽ സാധാ മൂവ് ചെയ്യുന്നത്. half mv square. ഓക്കെ, ഇനി നോക്കിക്കേ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷന്റെ ഇക്വേഷൻ ആണ്. അനന്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇത് പഠിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്നില്ലേ? റൊട്ടേഷൻ പഠിച്ചപ്പോഴൊക്കെ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. ഇനി നമുക്ക് ഈ 1/2 1/2 ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാലോ. ബാക്കിയുള്ളത് എന്താ? I omega square equal to 2/3 mv square. നീ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇതിന്ന്? ആംഗുലർ സ്പീഡ്. ആംഗുലർ സ്പീഡ് എന്താ? ക്രിസ് അറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടെ. ആംഗുലർ സ്പീഡ് ഒമേഗ, ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. മാറിപ്പോരുത് കേട്ടോ. ആംഗുലർ സ്പീഡ് ഒമേഗ, ആക്സിലറേഷൻ ആൽഫ, ടോർക്ക് ടോ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആംഗുലർ സ്പീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ട. ഈ ടേംസ് ഒക്കെ അറിയില്ലെങ്കിൽ ഓരോന്നും എഴുതി പോയിക്കോട്ടെ. ആംഗുലർ സ്പീഡ് ഒമേഗ, ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ, എം മാസ്, വി വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഒമേഗ സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. ഒമേഗയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 2/3 mv സ്ക്വയർ ബൈ ഐ. ഓക്കെ, അപ്പൊ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 into mv സ്ക്വയർ ഡിവൈഡഡ് ബൈ 3i. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കണ്ടുപിടിച്ചേ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് 2 into മാസ് എത്ര തന്നേക്കുന്നത്? 5 into v സ്ക്വയർ 10 സ്ക്വയർ 3 into i. എത്ര തന്നേക്കുന്നേ? ഞാൻ കണ്ടുപിടിച്ചേ. റേഡിയസ് എത്രയാണ്? 5 CR. അത് തന്നെ ചെയ്താണ്, വേറെ രീതി ചെയ്താണോ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മിനിറ്റ്. മതി, പറയണത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ഒരു ബുക്ക് കൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാൻ പറ്റുമോ നോക്കട്ടെ. സെയിം ഇവിടെ അപ്പുറത്ത്. ഇത് 12th അല്ലേ? ഇത് 12th ആണല്ലേ?
അതിൽ നിന്ന് കൊടുക്കുക. കിട്ടിയാ? അതെത്ര കിട്ടിയത്? 10/√3. ഇനി ഒരു സെയിം ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതിയേ. എന്നാൽ ഇത് ചെയ്യണ്ട, സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ആൻസർ എന്താ വരുന്നത് ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ. അടുത്ത ക്ലാസ്സിൽ ന്യൂമറിക്കൽസ് തന്നെ ചെയ്യാട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. The position vectors of three particles of mass. The position vectors of three particles of mass the position vectors of three particles of mass and distance കണ്ടുപിടിച്ചേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് ആണോ ഡോട്ട് ആണെന്ന് ഡോട്ട് എടുത്താൽ മതി. ക്രോസിന്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഡോട്ട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? ഇത് ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദർ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ നമുക്കറിയില്ലേ. പൊസിഷൻ വെക്ടർ ഓഫ് ദർ സെന്റർ ഓഫ് മാസ് RCM ഈക്വൽ ടു M1R1 പ്ലസ് M2R2 പ്ലസ് M3R3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഇവിടെ 3 പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഇത് പഠിച്ചിട്ടുള്ളതല്ലേ? സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? ഏതാണ്? പൊസിഷൻ. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദർ സെന്റർ ഓഫ് മാസ്. പൊസിഷൻ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. പിന്നെ മാസ് എല്ലാം തന്നിട്ടുമുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ആ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് M1 പ്ലസ് M2 പ്ലസ് M3 ഈക്വൽ ടു M എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത് അല്ലെ. ഇവിടെ എല്ലാം ഡിഫറെന്റ് ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഈക്വൽ ആക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി ചെയ്തേ ഇത്ര ഒന്ന് എഴുതിയെടുത്ത് എന്താ ആൻസർ ചെയ്യാം. ഇത് തന്നെ ജസ്റ്റ് അങ്ങ് എന്താണ് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. The position vectors of the three particles of mass. The position vectors of the three particles of mass. മാസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. M1 ഈക്വൽ ടു ക്വസ്റ്റ്യൻ ആണ് എഴുതിയേക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ്. M1 ഈക്വൽ ടു 1 കിലോഗ്രാം, M2 ഈക്വൽ ടു 2 കിലോഗ്രാം, M3 ഈക്വൽ ടു 3 കിലോഗ്രാം ആൻഡ് R1, R2, R3 എല്ലാം തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ, പൊസിഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. RCM ഈക്വൽ ടു M1R1 പ്ലസ് M2R2 പ്ലസ് M3R3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് പ്രശ്നം. നോക്കട്ടെ, ചെയ്യാറിയണം. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചേ. ആനന്ദ് ചെയ്യും. ആനന്ദ് ചെയ്തേ ഒന്ന് വേഗം ബോർഡിൽ. ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതല്ല എഴുതി. M1 1 ഇൻറ്റു I പ്ലസ് 4J പ്ലസ് K പ്ലസ്
into I plus j plus k plus 3 into 2i minus j minus 2k. ഞാൻ പറഞ്ഞുതരാം ആ സ്റ്റെപ്പ് എന്നാ. നമുക്ക് ബാക്കിയുള്ള ടേംസ് എല്ലാം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും അത് എന്തായി പോകും, ക്യാൻസൽ ആയി പോയില്ലേ. അപ്പൊ ഐ ഇൻറ്റു ഐ ഡോട്ട് ഐ മാത്രമല്ലേ 1 വരുള്ളൂ. അപ്പൊ ഐനെ ആ ടേം വെച്ച് തന്നെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, കിട്ടിയാ? ഫാഹിമിന് കിട്ടിയാ? ചെയ്യാൻ പറ്റണല്ലോ. ഇത് ഞാൻ ഒന്ന് വായിക്കണേ, അത് പറഞ്ഞു തന്നാൽ മതി. അതൊക്കെയാണ് ക്വാണ്ടിറ്റീസ്. M1 എത്ര വന്നേക്കുന്നത്? 1. 1 into R1 പറഞ്ഞേ. പ്ലസ് M2 I plus j plus k അല്ലേ? ഓക്കെ, അടുത്തത് divided by M1 plus M2. 1 plus 2 plus 3. ഇനി നോക്കിക്കോട്ടാ. 1 into I 1i plus 2 into I 2i plus 3 into 2i 6i. 2 plus 3 2 plus 6 8 plus 1 9. അപ്പൊ 9i പ്ലസ് അടുത്തത് 1 into 4 4 പ്ലസ് 2 into j 2. അപ്പൊ 4 plus 2 6 6 plus minus 3. അപ്പൊ എന്ത് വരും? 3j. ഇനി അടുത്തത് 1 into k 1 plus 2 1 plus 2 3 plus minus 6 minus 3k divided by 6. That's equal to 9 by 6 എന്ന് പറയുമ്പോൾ 3 times 2 3 by 2i plus 1 by 2j minus 1 by 2k cap. ഇതാണ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. കിട്ടിയാ? ചെയ്ത് നോക്കണോ? ആനന്ദിന് ഇത് കിട്ടിയില്ലേ? ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ ജയ. ഇതും മനസ്സിലാവണില്ലേ? ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. M1 R1 എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതണമെങ്കിൽ 1/2 3i plus j minus k. എന്നാ നേരത്തെ നിർത്തും, എന്തായാലും നേരത്തെ നിർത്തും. അതാരാ ചോദിച്ചാ? ബ്രേക്ക് തരാം. നീ എത്ര ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? എന്നാ നീ അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് എഴുതുക. അപ്പൊ ഞാൻ എന്തായാലും എക്സാം ഇടാൻ പോണേ. സമയമുണ്ട്. ഓക്കെ, അടച്ചോ, ബുക്ക് അടച്ചോ. കഴിഞ്ഞില്ലേ? ടെസ്റ്റ് എഴുതാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയില്ലേ? അല്ലെങ്കിൽ
കുറച്ച് ചോദിക്കാം, കുറച്ച് എഴുതാം. ഇത് കഴിഞ്ഞിട്ട് വിടാം. വേഗം ഒരു 5 മിനിറ്റ് വേഗം വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കേ. ചോദിക്കുകയും ചെയ്യും, എഴുതിക്കുകയും ചെയ്യും.